അപ്പോൾ നമ്മുടെ ഹണി റോസ് ഇട്ടിരിക്കുന്ന ഈ റോസ് പ്രിന്റ് ഉള്ള ഡ്രസ്സ് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഇതിനും മാത്രം എവിടെന്നാ ബെഡ്ഷീറ്റ് വീട്ടിലൊന്ന് ചോദിക്കരുത്. ഇപ്പോൾ ഒരു കല്യാണം നടന്നില്ലേ, ആ വീട്ടിൽ നിന്ന് അടിച്ച് മാറ്റിയതാണ്. കാണാം പുതിയ ബെഡ്ഷീറ്റൊക്കെ മേടിച്ചപ്പം ഇച്ചിരി പോലും കീറി ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇങ്ങനെ അടിച്ച് മാറ്റി. മുമ്പ് ഒരിക്കലും ഒരു ഫ്ലവർ വർക്കിന്റെ ഫ്രോക്ക് ചെയ്തതിന്റെ അവസ്ഥ എനിക്കറിയാം. ഇതാകുമ്പോൾ പ്രിന്റ് അല്ലേ, അപ്പോൾ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഏത് രീതിക്ക് വേണം തച്ചെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം. കഴുത്തിൽ മാത്രമല്ല കേട്ടോ പൈപ്പിംഗ് കൊടുക്കുന്നത്, നമ്മൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് കയ്യിലും കൂടെ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൈ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഫുള്ള് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ യോക്കിന്റെ ഭാഗത്തൂടെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. കാണാം ഹണി റോസിന്റെ യോക്കിന്റെ ഭാഗത്തൊരു കെട്ടുണ്ട്, അപ്പോൾ അതുകൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സിന് ഫൈനൽ ലുക്ക് അയച്ചിട്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ട് തച്ച് നമ്മൾ ഹണി റോസിനെ അപമാനിച്ചതൊന്നുമല്ല കേട്ടോ, ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ കുറേ നേരം കഷ്ടപ്പാടിന്റെ ഒരു ബലമാണിത്. അപ്പോൾ ഈ കഷ്ടപ്പാടിന്റെ ഒക്കെ ബലമായിട്ടുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഉടനെ അറിയിക്കാം കേട്ടോ. 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരേക്കും ഒരു ഫോട്ടോഷൂട്ട് ആയാലും